പൊതുസ്ഥലങ്ങളിലെ വസ്തുക്കളിൽ അനുവാദമില്ലാതെ പെയിന്റ് അടിക്കുന്നത് ഒരു മോശം കാര്യമായിട്ടാണ് പൊതുവെ കരുതപ്പെടുന്നത്. എന്നാൽ വളരെ ക്രിയേറ്റീവായി ഇത് ചെയ്ത് കാണുന്നവരുടെ മുഖത്ത് ഒരു പുഞ്ചിരി കൊണ്ടുവരാൻ സാധിക്കുന്ന മികച്ച കലാകാരന്മാരും ലോകമെമ്പാടുമുണ്ട്. ചോക്ലേറ്റായി മാറിയ ട്രാഫിക് ബാരിയറും സ്നേഹിക്കുന്ന സീബ്ര ലൈനുകളും ചിരിപ്പിക്കുന്ന ട്രാഫിക് പോസ്റ്റുകളും തുടങ്ങി കൗതുകമുണർത്തുന്ന ഇത്തരം ചില തമാശകൾ കണ്ടു നോക്കാം ഈ വീഡിയോയിൽ. ട്രാഫിക് ബ്ലോക്കിൽ കിടക്കാൻ ആർക്കും താല്പര്യമുണ്ടാവില്ല. എന്നാൽ ബ്ലോക്കിൽ കിടക്കുന്നതിനിടയിൽ ഒരു ഭീകരജീവിയെ കണ്ടാലോ? 2009 നോർത്ത് കരോലീനയിലെ റോഡിലൂടെ പോയവർ ശരിക്കും അത് തന്നെയാണ് കണ്ടത്. റോഡ് സൈഡിൽ ട്രാഫിക് ബാരൽ കൊണ്ടുള്ള ഒരു ഭീകരജീവി. ഇതെങ്ങനെ അവിടെ വന്നു എന്നല്ലേ? ജോസഫ് കാർണിവെയിൽ എന്ന കോളേജ് വിദ്യാർത്ഥിയാണ് കോളേജിൽ നിന്ന് തിരിച്ചു പോകുന്ന വഴി റോഡ് സൈഡിൽ ഇരിക്കുന്ന ട്രാഫിക് ബാരൽ കാണുന്നതും അതുപയോഗിച്ച് ഈ കലാസൃഷ്ടി നിർമ്മിക്കുന്നതും. ഇത് കണ്ടാൽ ലിഫ്റ്റ് ചോദിക്കുന്ന ഒരു ഭീകരജീവിയെ പോലെയും തോന്നാം, അല്ലെങ്കിൽ സൂക്ഷിച്ച് വണ്ടി ഓടിക്കാൻ വേണ്ടി മുന്നറിയിപ്പ് കൊടുക്കുന്നത് പോലെയും തോന്നാം. യാത്രക്കാരൊക്കെ ഇത് തമാശയായിട്ടെടുത്തെങ്കിലും പോലീസ് അത് കാര്യമായിട്ടെടുത്തു. അവരത് നശിപ്പിക്കുകയും ജോസഫിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. മാത്രമല്ല ശിക്ഷയായിട്ട് 50 മണിക്കൂർ കമ്മ്യൂണിറ്റി സർവീസും ചെയ്യിപ്പിച്ചു. എന്നാൽ ഇതുകൊണ്ടൊന്നും അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ആർട്ടിസ്റ്റിനെ നശിപ്പിക്കാൻ അവർക്ക് സാധിച്ചില്ല. ട്രാഫിക് ബാരൽ ഉപയോഗിച്ചുള്ള ജോസഫിൻ്റെ സൃഷ്ടികൾ തുടർന്നുകൊണ്ടേയിരുന്നു. ദിനോസറും മുതലയും തുടങ്ങി പല വിചിത്ര ജീവികളെയും അദ്ദേഹം ഇങ്ങനെ നിർമ്മിക്കുന്നുണ്ട്. ലണ്ടനിലെ സ്ട്രീറ്റ് ആർട്ടിസ്റ്റായ സ്ലിംഗാച്ചുവിൻ്റേതാണ് ഈ അതിശയിപ്പിക്കുന്ന കലാസൃഷ്ടി. ഈ ചെരിഞ്ഞിരിക്കുന്ന ട്രാഫിക് പോസ്റ്റിന് എന്താണ് ഇത്ര പ്രത്യേകത എന്ന് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും. എന്നാൽ അതിലേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ അതിൻ്റെ മുകളിൽ മാർവലിൻ്റെ സൂപ്പർ ഹീറോ ആയ ആൻറ്റ്മാനും അദ്ദേഹത്തിൻ്റെ ശത്രുവായ യെല്ലോ ജാക്കറ്റും കൂടെ അടികൂടുന്നത് കാണാം. 2015 ഇറങ്ങിയ ആൻറ്റ്മാൻ എന്ന സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായി മാർവലുമായി കൂടിച്ചേർന്നാണ് സ്ലിംഗാച്ചു ഈ ആർട്ട് ഇൻസ്റ്റാളേഷൻ ഉണ്ടാക്കിയത്. ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ സിനിമ പ്രൊമോഷൻ ആയിരിക്കും ഇത് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. എന്നാൽ സൂപ്പർ ഹീറോ സീനുകൾ മാത്രമല്ല സ്ലിംഗാച്ചു ചെയ്യാറുള്ളത്. ഓറഞ്ച് തൊലിയിൽ സ്കേറ്റ് ചെയ്യുന്നയാളും സിഗരറ്റ് കുറ്റി നോക്കി നിൽക്കുന്ന കപ്പിളും എല്ലുകൊണ്ടുള്ള ബെഞ്ചുമൊക്കെ അദ്ദേഹത്തിൻ്റെ സൃഷ്ടികളാണ്. ചെറിയ കാര്യങ്ങൾക്ക് പോലും വലിയ അർത്ഥമുണ്ടാക്കാമെന്ന് കാണിച്ചു തന്നിരിക്കുകയാണ് അദ്ദേഹം. ഇതുപോലെ തന്നെ ഒരു സ്ട്രീറ്റ് ആർട്ടിസ്റ്റാണ് അമേരിക്കക്കാരനായ ടോം ബോബ്. സാധാരണക്കാർക്കൊക്കെ ഇത് കണ്ടാൽ ഭിത്തിയുടെ സൈഡിൽ മുഴച്ചു നിൽക്കുന്ന ഒരു ഭാഗം പോലെ മാത്രം തോന്നുമെങ്കിലും അദ്ദേഹത്തിനത് ഓരോ ക്യാരക്ടേഴ്സിനെ വരയ്ക്കാനുള്ള ക്യാൻവാസ് ആയിട്ടാണ് തോന്നുന്നത്. വണ്ടി കയറിയ ഒരു ബ്രിട്ടീഷ് ഗാർഡിനെ പോലെ. അതുപോലത്തെ 2 എണ്ണം കിട്ടിയാൽ അതുപയോഗിച്ച് ഒരു വെയ്റ്റ് ലിഫ്റ്ററിനെയും ഉണ്ടാക്കാം. സിനിമാ ക്യാരക്ടേഴ്സിനെയും അദ്ദേഹം വിടാറില്ല. ഒരു ഫയർ ഹൈഡ്രൻറ്റിനെ കിട്ടിയാൽ അത് സ്റ്റാർ വാർസിലെ രാജകുമാരിയായിട്ടും ഗാർബേജ് ബിന്നിനെ ഗ്ലാഡിയേറ്റർ ആക്കിയും സെല്ലാർ ഡോറിനെ എലിയുടെ ചീസാക്കിയും ഇദ്ദേഹം മാറ്റും. മാൻഹോളിൻ്റെ കവറുകളെ മനോഹരമായ ആമകളാക്കിയും ടോം പെയിൻറ്റ് ചെയ്തെടുക്കും. ഒരു റേഡിയേറ്ററിനെ പെയിൻ്റ് അടിച്ച് കോണാക്കി മാറ്റിയിരിക്കുന്നത് കണ്ടോ? ഗംഭീര ക്രിയേറ്റിവിറ്റി തന്നെയല്ലേ? നഗരത്തിനെ മനോഹരമാക്കുന്ന കാര്യത്തിൽ ടോം ബോബിനെ പോലെ തന്നെ പ്രശസ്തനാണ് ഫ്രാൻസിലെ ഓക്കോക്ക് എന്ന അജ്ഞാതനായ കലാകാരൻ. ജലദോഷം പിടിച്ച വാട്ടർ പമ്പും വഴിയരികിലെ പിയാനോയും തുടങ്ങി കാണുന്ന എല്ലാവരെയും ചിരിപ്പിക്കാൻ പാകത്തിന് ക്രിയേറ്റിവിറ്റിയുള്ളയാളാണ് ഇദ്ദേഹം. ഓക്കോക്കിൻ്റെ വളരെ പ്രശസ്തമായ ഒരു വർക്കാണ് പൊട്ടിപ്പോയ ഈ ട്രാഫിക് പോസ്റ്റുകൾ. ശരിക്കും ജീവനുള്ള ക്യാരക്ടേഴ്സിനെ പോലെ തന്നെ തോന്നും ഇവരെ കണ്ടാൽ. ഭിത്തിയിൽ ഒരു വിള്ളൽ കണ്ടാൽ അദ്ദേഹം അത് സ്പൈഡർമാൻ്റെ വലയാക്കി മാറ്റും. എന്തിനേറെ പറയുന്നു, വഴിയിലിരിക്കുന്ന ഒരു റീസൈക്കിൾ ബിന്ന് പോലും അദ്ദേഹത്തിൻ്റെ ക്രിയേറ്റിവിറ്റിയിൽ നിന്ന് രക്ഷപ്പെടാറില്ല. എന്നാൽ ഇത്തരം ചെറിയ ചിത്രങ്ങൾ മാത്രമല്ല ഓക്കോക്ക് വരയ്ക്കാറുള്ളത്. ഒരു വലിയ കെട്ടിടം നിറയെയാണ് ഇദ്ദേഹം പടം വരച്ച് വെച്ചിരിക്കുന്നത്, താഴെ കാറ് പാർക്ക് ചെയ്യുന്നവരെ സൂക്ഷിച്ചു നോക്കുന്നത് പോലെ. പക്ഷേ ഓക്കോക്കിൻ്റെ ഏറ്റവും രസകരമായ വർക്ക് എന്ന് പറയുന്നത് ഇത് തന്നെയായിരിക്കും. ഒരു സ്കൂളിൻ്റെ ഗേറ്റിൽ ക്ലോക്ക് വെക്കാനുള്ള സ്ഥലം ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. അതൊരാൾ ഉരുട്ടിക്കൊണ്ടു പോകുന്നു എന്ന രീതിയിലാണ് ഓക്കോക്ക് പടം വരച്ച് വെച്ചിരിക്കുന്നത്. ആരായാലും ഒന്ന് ചിരിച്ചു പോകും. ഫ്രാൻസിലുള്ളവർക്ക് ക്രിയേറ്റിവിറ്റി കൂടുതലാണോ എന്ന് തോന്നുന്നുണ്ട്. കാരണം ഓക്കോക്കിൻ്റെ നഗരമായ ലിയോണിൽ നിന്ന് വെറും 48 കിലോമീറ്റർ ദൂരെ കാൾ ഡെസിസ് എന്നയാൾ തൻ്റെ ചിത്രങ്ങൾ കൊണ്ട് അവിടുത്തെ തെരുവുകൾ മനോഹരമാക്കുന്നുണ്ട്. ശരിക്കുമുള്ള പ്രാവിനെ വരെ കൺഫ്യൂഷൻ അടുപ്പിക്കുന്ന പ്രാവിൻ്റെ പെയിൻറ്റിങ്ങും ഭിത്തിയിൽ വളർന്ന കാട്ടുചെടിയെ കൂടാക്കി മാറ്റിയ കുഞ്ഞു കുരുവികളും എക്സോസ്റ്റ് ഫാനിൻ്റെ പുറത്തിരിക്കുന്ന മൂങ്ങയുമൊക്കെ അദ്ദേഹത്തിൻ്റെ ക്രിയേറ്റിവിറ്റിയിൽ വിരിഞ്ഞ ഏതാനും ചിത്രങ്ങൾ മാത്രമാണ്. മതിലിനോട് ചേർന്ന് കരിയില കൂട്ടിയിട്ടിരിക്കുന്നത് കണ്ടപ്പോൾ അതിലേക്ക് ചാടുന്നത് പോലെ സ്ക്രൂജ് താറാവിനെ വരയ്ക്കാനുള്ള ഇദ്ദേഹത്തിൻ്റെ ബുദ്ധിയും അപാരം തന്നെയെന്ന് പറയാതെ വയ്യ. വേറെയുമുണ്ട് ഇതുപോലത്തെ കലാകാരന്മാർ. ഇത്തരം പൂക്കൾ കണ്ടാൽ നമ്മളൊക്കെ അതിൻ്റെ കളറും മണവുമല്ലാതെ അതിൽ കൂടുതലൊന്നും ചിന്തിക്കാൻ പോകാറില്ല. എന്നാൽ ആ പൂക്കളെ തലമുടിയാക്കുന്ന രീതിയിൽ ഒരു കാർട്ടൂൺ ക്യാരക്ടറിനെ ആ ഭിത്തിയിൽ വരച്ചിരിക്കുകയാണ് ഒരാൾ. ഇത് തന്നെ ഒരു ചെടിച്ചട്ടിയിലും വരച്ചിട്ടുണ്ട്. പൊപ്പോയുടെ കയ്യിൽ നിന്ന് ചീറ്റിത്തെറിക്കുന്ന ചീര പോലെയുണ്ട് ഈ മരം കണ്ടാൽ. സ്ഥിരം പണി വാങ്ങിക്കൂട്ടുന്ന ഒരു കാർട്ടൂൺ ക്യാരക്ടറാണ് കൊയോട്ടി. ഒരു സ്കൂട്ടർ കത്തിയതിൻ്റെ സൈഡിൽ അതിനെ വരച്ചു വെച്ചവരെയൊക്കെ സമ്മതിക്കണ്ടേ? ഇത്രയും വലിയ ടോബ്ലറോൺ ചോക്ലേറ്റ് ഇതിനു മുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സ്വീഡിഷ് ആർട്ടിസ്റ്റായ ജൊഹാൻ കാൾഗനാണ് സിമൻറ്റ് കൊണ്ടുള്ള റോഡ് ബാരിയറുകളെ ഈ രൂപത്തിലാക്കിയത്. ആദ്യം എല്ലാത്തിനും അദ്ദേഹം ബ്രൗൺ പെയിൻ്റ് അടിച്ചു. ഒരെണ്ണത്തിൻ്റെ സൈഡിൽ മഞ്ഞയും അതിൽ ടിൻഫോയിലും വെച്ച്
TO എന്ന അക്ഷരങ്ങൾ പെയിന്റ് ചെയ്യുകയും കൂടി ചെയ്തതോടെ കടിച്ചു തിന്നാൻ തോന്നുന്ന ഒരു കൂറ്റൻ ചോക്ലേറ്റായി മാറിയത്. ഐസ് ഏജ് സിനിമയിലെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ക്യാരക്ടറാണ് ഒരു നട്ടുകൊണ്ട് നടക്കുന്ന അണ്ണാൻ. പക്ഷെ നമ്മൾ കൈ കഴുകാൻ ചെല്ലുമ്പോഴും അതിനെ തന്നെ കണ്ടാലോ? ഈ സിങ്ക് കണ്ട ഒരാൾക്കാണ് അതിൽ നിന്ന് ആ അണ്ണാനെ വരച്ചുണ്ടാക്കാൻ തോന്നിയത്. നല്ല ഒറിജിനാലിറ്റിയോടെ വരച്ചു എന്ന് നിസ്സംശയം പറയാം. ബെൽജിയത്തിലോടുന്ന SNCB ക്ലാസ്സിലുള്ള ട്രെയിനുകൾ മഞ്ഞയും നീലയും നിറത്തിലാണ് ഉണ്ടാവുന്നത്. ഇത് കണ്ട ഏതോ ഒരാളാണ് അതിൽ പെയിന്റ് അടിച്ച് ആ ട്രെയിനിനെ ഒരു മിനിയനാക്കി മാറ്റിയത്. കിടിലൻ ബുദ്ധി തന്നെയല്ലേ? ലോകമെമ്പാടും 40,000-ലധികം മക്ഡൊണാൾഡ് റെസ്റ്റോറൻറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ പരസ്യങ്ങളിൽ വികൃതി കാണിക്കുന്നതും പതിവാണ്. അവരുടെ ഈ പരസ്യത്തിലെ വാചകം കണ്ടോ? ഏതോ ഒരു ബിരുദൻ ട്രീറ്റ് എന്ന വാക്കിലെ Tയും Rഉം മായിച്ചു കളഞ്ഞപ്പോൾ ആ വാചകത്തിൻ്റെ അർത്ഥം തന്നെ മാറി. വായിക്കുന്നവർ ഏതായാലും ഞെട്ടിയിട്ടുണ്ടാകും. വഴിയരികിലൊക്കെ സ്പീഡ് ലിമിറ്റ് എഴുതി വെക്കുന്നത് നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവും. എന്നാൽ ഈ റോഡിലെ സ്പീഡ് ലിമിറ്റിൻ്റെ നമ്പറിന് മുകളിലായി ഒരു മാത്സ് ഇക്വേഷൻ ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ് ഒരു വില്ലൻ. അത് കാൽക്കുലേറ്റ് ചെയ്ത് സ്പീഡ് ലിമിറ്റ് കണ്ടുപിടിക്കേണ്ട ആൾക്കാരുടെ ഗതികേടൊന്ന് ആലോചിച്ച് നോക്കിക്കേ. നിങ്ങൾ ആ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ ഇപ്പോഴും ശ്രമിക്കുകയാണെങ്കിൽ ആ എക്സിൻ്റെ വാല്യൂ 45 ആണ്. റോഡ് സേഫ്റ്റിയുടെ കാര്യം പറയുമ്പോൾ സീബ്ര ലൈനുകളെ ഒരിക്കലും ഒഴിവാക്കാനാകില്ല. കാൽനട യാത്രക്കാർക്കും കാർ ഓടിക്കുന്നവർക്കും അവ കാണണമെന്നതുകൊണ്ട് റോഡിൽ നല്ല ക്ലിയറായി തന്നെ അവ പെയിൻറ് ചെയ്തിട്ടുണ്ടാവണം. ചില ആർട്ടിസ്റ്റുകളാവട്ടെ അത് കൂടുതൽ മികച്ചതാക്കാൻ ശ്രമിക്കുന്നുണ്ട്. സ്നേഹിക്കുന്ന ലൈനുകൾ മുതൽ സീബ്ര ലൈനിനെ തകർത്തുകൊണ്ടുപോകുന്ന ആസ്ട്രോബോയും പല വ്യത്യസ്തങ്ങളായ ഡിസൈനുകളും വരെ ഇങ്ങനെ റോഡിൽ കാണാറുണ്ട്. ഓസ്ട്രേലിയ ഒരു ആർട്ടിസ്റ്റ് ആവട്ടെ ഈ ലൈനുകളെ 3D ആക്കി മാറ്റി അതുവഴി നടക്കുന്നവർ റോഡിൽ പറന്നു നിൽക്കുന്ന ഒരു എഫക്റ്റ് വരെ ഉണ്ടാക്കി. ഇനി അത് കാണുമ്പോൾ പേടി തോന്നുന്നവർക്ക് ഒരു കുളം തന്നെ വരച്ചു വെച്ചിട്ടുണ്ട് മറ്റൊരു സീബ്ര ലൈനിൽ. ബോൺസ്റ്റൻ ബോൺസൺ എന്ന ഇദ്ദേഹം നോർവേയിലെ ഏറ്റവും മികച്ച എഴുത്തുകാരിൽ ഒരാളായിട്ടാണ് കരുതപ്പെടുന്നത്. 1903 ലിറ്ററേച്ചറിനുള്ള നോബൽ സമ്മാനം വരെ ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഇദ്ദേഹം അറിയപ്പെടുന്നത് സ്കേറ്റിങ്ങിൻ്റെ പേരിലാണ്. കാരണം എന്താണെന്നല്ലേ? അദ്ദേഹത്തിൻ്റെ ഒരു കൂറ്റൻ പ്രതിമയുടെ വലതുകാലിന് താഴെയായി ആരോ ഒരു സ്കേറ്റിംഗ് ബോർഡ് കൊണ്ടുചെന്ന് വെച്ചു. കണ്ടാൽ അദ്ദേഹം സ്കേറ്റ് ചെയ്യാൻ പോകുന്നത് പോലെ തന്നെ തോന്നും. ഇതുമാത്രമല്ല, ഇങ്ങനെ എക്സ്ട്രാ ഫിറ്റിംഗ് കിട്ടി പ്രശസ്തമായ സ്റ്റാച്യു. 12-ാം നൂറ്റാണ്ടിലെ ചൈനീസ് കവിയായിരുന്ന സിൻ കിജിയുടെ പ്രതിമയുടെ കയ്യിൽ തൂങ്ങിക്കിടക്കുന്നത് എന്താണെന്ന് മനസ്സിലായോ? ഒരു യോയോ. അത് തൂങ്ങിക്കിടക്കുന്നത് കണ്ടാൽ യോയോയും ആ പ്രതിമയുടെ പാർട്ടാണെന്ന് ആർക്കും തോന്നും. ട്രാഫിക് കൺട്രോൾ ചെയ്യാനുള്ള ഒരു പോസ്റ്റ് ഉപയോഗിച്ച് ഇങ്ങനെ ക്രിയേറ്റിവിറ്റി ഉണ്ടാക്കാം എന്നാരാണല്ലേ കരുതിയത്? ഈ ഒരു മുഖം നിങ്ങൾ എവിടെയെങ്കിലും ഇതിനു മുൻപ് കണ്ടതായി തോന്നുന്നുണ്ടോ? ഇൻ്റർനെറ്റിലെ വളരെ പ്രശസ്തമായ ഈ മീം അതേപടി ഉണ്ടാക്കി വച്ചിരിക്കുന്നത് പോലെ തന്നെയുണ്ട് ഇത് കണ്ടാൽ. ഓസ്ട്രേലിയയിലെ സിഡ്നിയിലേക്ക് നിങ്ങൾ വിമാനത്തിൽ യാത്ര പോവുകയാണ് എന്ന് കരുതുക. ലാൻഡ് ചെയ്യാൻ റൺവേയിലേക്ക് എത്തുന്നതിന് തൊട്ടു മുൻപാണ് ഞെട്ടിപ്പിക്കുന്ന ഒരു കാഴ്ച നിങ്ങൾ കാണുന്നത്. അവിടെ ഒരു കെട്ടിടത്തിന് മുകളിൽ വലിയ അക്ഷരത്തിൽ വെൽക്കം ടു പെർത്ത് എന്നെഴുതിയിരിക്കുന്നു. സിഡ്നിയിൽ നിന്നും 3200 കിലോമീറ്റർ അകലെ ഓസ്ട്രേലിയയുടെ മറ്റേ അറ്റത്താണ് പെർത്ത് സ്ഥിതി ചെയ്യുന്നത് എന്ന് ഓർക്കുമ്പോഴാണ് ആരായാലും ശരിക്കും ഒന്ന് ഞെട്ടുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ വിമാനം സിഡ്നിയിൽ തന്നെയാണ് ലാൻഡ് ചെയ്യുന്നത്, പെർത്തിലല്ല. അതെങ്ങനെയെന്നല്ലേ? ഇത് ശരിക്കും ബ്രാൻഡ് ഹെയ്സ്മാൻ എന്നയാളുടെ ഒരു പ്രാങ്ക് ആണ്. $3000 മുടക്കിയാണ് അദ്ദേഹം തൻ്റെ ബിസിനസ് സ്ഥാപനത്തിൻ്റെ മുകളിൽ ഈ സൈൻ പെയിൻറ് ചെയ്തിരിക്കുന്നത്. ഈ കെട്ടിടമാവട്ടെ വിമാനം പറക്കുന്ന അതേ പാതയിലുമാണുള്ളത്. ഇത്രയും പണം മുടക്കി പെയിൻറ് ചെയ്തെങ്കിലും അദ്ദേഹം ആ കാര്യത്തിൽ സന്തോഷവാനാണ്. ഇത് കണ്ട് യാത്രക്കാർ കൺഫ്യൂഷൻ അടിക്കുന്നത് പതിവായതുകൊണ്ട് ലാൻഡ് ചെയ്യുന്നതിന് മുൻപ് സ്ഥലം മാറിയിട്ടില്ല എന്ന് എയർ ഹോസ്റ്റസുമാർ അനൗൺസ് ചെയ്യുന്നത് ഒരു സ്ഥിരം സംഭവമായി മാറിയിട്ടുണ്ട്. എന്ത് മനസുഖമാണല്ലേ ഇതുകൊണ്ട് അയാൾക്ക് കിട്ടുന്നത്? എങ്ങനെയുണ്ടായിരുന്നു ഇവരുടെയൊക്കെ ക്രിയേറ്റിവിറ്റി? നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഏതാണ് എന്ന് താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുമല്ലോ. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടിയും ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കേട്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.